ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനോടോ ഒരു തുറന്ന യുദ്ധത്തിനോ അല്ലെങ്കിൽ തൻ്റെ ഒരു യാതൊരു പരിഭവത്തിനോ ഇല്ല, അല്ലെങ്കിൽ ഒരു സമാധാനമായി 5 വർഷം ഭരിച്ചിട്ട് പുറത്തേക്ക് പോകണമെന്നാണ് ആഗ്രഹം എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇതുപോലെ ഒരു മന്ത്രി തൻ്റെ ഒരു ദയനീയാവസ്ഥ പൊതുജനങ്ങളോട് തുറന്നു പറയാൻ കാരണം? ഇപ്പോൾ നമുക്കറിയാം ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും കോലാഹലങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിൽ ഇത്തരം ഡ്രാമകൾക്ക് സമയമോ സാഹചര്യമോ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പകർച്ചവ്യാധികൾ കൂടുന്ന സമയമായതുകൊണ്ടോ മാത്രമല്ല, എല്ലാ കാലത്തും ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് 24/7 വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത്തരത്തിലുള്ള ഡ്രാമ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മന്ത്രിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെയും കൂട്ടുത്തരവാദിത്വം തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു യുദ്ധഭൂമിയായി കാണാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ അജണ്ടയായി വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ഈ സംഘടനയിലെ ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവമോ അല്ലെങ്കിൽ സർക്കാരിനെ ശത്രുപാളയത്തിൽ നിന്ന് കാണുന്ന ആ ഒരു മനോഭാവം ഈ ആശുപത്രിയിൽ എത്തുന്ന അല്ലെങ്കിൽ പകർച്ചവ്യാധികളുമായി അല്ലെങ്കിൽ ആ ഓരോ അസുഖങ്ങളുമായി എത്തുന്ന സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്നുള്ളൊരു സന്ദേശവും മന്ത്രി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് വന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് UDF സർക്കാരിനെയും അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാമെന്ന അല്ലെങ്കിൽ ഒരു പൊളിച്ചെഴുത്തിന് സന്നദ്ധനായി മുന്നോട്ട് വന്ന കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രിയും കൂടിയാവും. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും സ്റ്റാഫ്, ഏതൊരു സ്റ്റാഫും ആയിക്കോട്ടെ, ഡോക്ടേഴ്സോ നഴ്സുമാരോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ ആരോ ആണെങ്കിലും ഇവർക്കെല്ലാം ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. ലൈക്ക് അവർക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന നമ്പർ ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ വരുന്ന നമ്പർ ഓഫ് കേസസ് എല്ലാം നമുക്ക് ഒരു നോർമൽ മനുഷ്യന് ചിന്തിക്കാവുന്നല്ല, ഡീൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്താണ് ഇവർ ഡീൽ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷേ അധികാരത്തിൽ വന്നു സത്യപ്രതിജ്ഞ ചെയ്ത് മിനിസ്റ്ററായി കഴിഞ്ഞ ഉടനെ കെ മുരളീധരൻ പറയുന്ന കാര്യമുണ്ട്, സിസ്റ്റം പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ രോഗികൾക്ക് കൃത്യമായ കിടക്കകൾ ഒരുക്കുക, അവർക്ക് കൃത്യമായ സംവിധാനങ്ങൾ കൊടുക്കുക, നല്ല ആശുപത്രി കെട്ടിടങ്ങൾ കൊടുക്കുക, നല്ല മെഡിക്കേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ നല്ല സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട കാര്യമാണ്, അദ്ദേഹം പറയുന്ന കാര്യവുമാണ് ഈ പറഞ്ഞ സ്റ്റാഫിൻ്റെ നമ്പർ കൂട്ടുക, അതോടൊപ്പം അവരുടെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ള കാര്യം. അതായത് ഇപ്പോൾ ഒരു 500 പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്ന ഡോക്ടർക്ക് അതിൻ്റെ പകുതി പേഷ്യൻസിനെ മാത്രം ഡീൽ ചെയ്യേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. അപ്പോഴാണ് എഫിഷ്യൻ്റ് ആയിട്ട് ഒരു പേഷ്യൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം കൂട്ടിക്കൊണ്ട് എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ ഉയർത്താൻ കഴിയുന്നത്. അപ്പോൾ സ്റ്റാഫിൻ്റെ ഇടയിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഓവർനൈറ്റ്, ഇപ്പോൾ ഇന്ന് മന്ത്രിയാകുന്നു, നാളെ മുതൽ ഒരു 10,000 സ്റ്റാഫ് എക്സ്ട്രാ വരും, ഞങ്ങളുടെ വർക്ക് ലോഡ് കുറയുമെന്ന് ചിന്തിക്കുന്നത് ദാറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ടൈം എടുക്കും. ഇതെല്ലാം ആ ടൈമിൻ്റെ ആ ഒരു സാവധാനം കൊടുത്തുകൊണ്ട് ആ സിസ്റ്റത്തിൻ്റെ ഒപ്പം നിന്നാൽ അല്ലെങ്കിൽ മന്ത്രിക്കൊപ്പം നിന്നാൽ ഇത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദൂരമാണ്. അപ്പോൾ കൃത്യമായിട്ടും സ്റ്റാഫ് ഉണ്ടാകും, കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഉള്ള എനർജി അല്ലെങ്കിൽ ഉള്ള ടൈം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യമാണ് അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ പോലും, ഒരു വലിയ സിസ്റ്റം ആണെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അത് ഡീൽ ചെയ്യേണ്ടി വരുന്നത് അതിങ്ങനെ നീണ്ടു പോകാതെ അത് കൃത്യമായിട്ടുള്ള പരിധിക്കുള്ളിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പുറത്ത് പറയരുത്, ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ പുറത്ത് പറയരുത് എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പുറത്ത് വന്ന് സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് അറിയാൻ സാധിച്ചത്. അതുപോലെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ പുറത്ത് പറയണം. പക്ഷെ അത് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ പലരുടെയും ജീവനുകളായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. ഡോക്ടർ റീനയുടെ പദവിയെ ചൊല്ലിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു ഒരു എന്താ പറയുക, തന്നെ ഒരു നിസ്സഹായന്റെ രൂപത്തിലുള്ള ആ ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നത്. ഈ ഒരു ഉദ്യോഗസ്ഥരുടെ
അലംഭാവവും അല്ലെങ്കിൽ ഇവരുടെ ഒരു സർക്കാരിനെ ശത്രുവായി കണ്ടുള്ള ഒരു പെരുമാറ്റവും അത് എന്താ പറയാ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു ആക്രമണം എന്ന് തോന്നുന്നുണ്ടോ? സി ഇതിനകത്ത് പുള്ളി മീൻ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കിങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും സമയമൊന്നുമില്ല. പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ കസേരകളൊക്കെ മാറും എന്ന് പറയുന്നുണ്ട്. പുള്ളി അത് ഡയറക്റ്റ് ആയിട്ട് എന്നെ പറയുകയാണ്, എനിക്ക് ഇടാപിക്കുന്ന സമയമില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മാറ്റിയിട്ട് പറ്റുന്ന ഒരാളെ കൊണ്ട് ഇരുത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാരോട് സർക്കാരിനോട് ഒരു എതിർപ്പ് ഈ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് പലർക്കും ഉണ്ട്. ആരോഗ്യ മേഖലയായിക്കോട്ടെ മറ്റ് പല മേഖലകളിലും ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ സർക്കാരിനോട് ഒരു എതിർപ്പുണ്ട്. ഇങ്ങനെ വർക്ക് പ്രഷർ തരുന്നു, അശാസ്ത്രീയമായിട്ട് ഡീൽ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു എതിർപ്പുണ്ട്. അതോടൊപ്പം തന്നെ 10 വർഷങ്ങളായി അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇടത് അനുഭാവിത്വത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ മറ്റൊന്നായിരിക്കും. ഇപ്പോൾ പോലീസ് സേനയിലുള്ളത് പോലെ തന്നെ ഈ പറഞ്ഞ ഡോക്ടേഴ്സിന്റെ സംഘടനയായിക്കോട്ടെ, നഴ്സുമാരുടെ സംഘടന ആയിക്കോട്ടെ, ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫിന്റെ എല്ലാം തന്നെ ഉള്ളിൽ ഈ പറഞ്ഞ പൊളിറ്റിക്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തു നിന്നുള്ള ഈ പറഞ്ഞ ഇടത് പ്രഷർ ഉണ്ടാകാം, കൃത്യമായി പ്രവർത്തിക്കേണ്ട എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അത് അവർ ചെയ്യണ്ട എന്നൊരു നയം പലപ്പോഴും ഇടതുപക്ഷം എടുക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരാൾക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തോന്നിപ്പിച്ചിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാഫ് ഞാൻ ഈ പറയുന്നത് തന്നെയാണ്, ഈ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥ ലെവലിലാണെങ്കിൽ പോലും മന്ത്രിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ടീമിനൊപ്പം നിന്ന് പ്രവർത്തിച്ചാലാണ് സർക്കാരിന് മാത്രമല്ലല്ലോ ഇതിൽ നിന്ന് ഗുണമുണ്ടാകുന്നത്, പൊതുജനത്തിന് കൂടിയല്ലേ. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലോ ഉള്ള ഒരാൾക്ക് തന്നെ ആയിരിക്കും ഇതിൽ നിന്ന് നേട്ടമുണ്ടാകുന്നത്. ഇപ്പൊ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ഒരു ഒരു എംപവർമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, അതിലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഏത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ പോലും ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കും. ഇപ്പോ ആഷിക്കിനും എനിക്കും അറിയാം, ബിലോ ആവറേജിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല ഗവൺമെന്റ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നത്. ഇപ്പൊ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ലഭിക്കുകയാണെങ്കിൽ ഈ പ്രൈവറ്റൈസേഷൻ മാറുകയും അതുപോലെ തന്നെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ആൾക്കാരും ഈ പറഞ്ഞ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാവർക്കും ഗുണം ലഭിക്കുന്ന കാര്യത്തിലേക്കാണ് ഈ പോക്ക്. അപ്പോൾ ഏത് രാഷ്ട്രീയ അനുഭവിത്തമാണെങ്കിലും, ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ സിസ്റ്റത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ഈ ആരോഗ്യ മേഖലയിലെ വികസനം എന്ന് പറയുന്നത് കെട്ടിപ്പൊക്കിയ മണിവാടകൾ പോലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആതുരാലയങ്ങളല്ല, അത് ഈ ഒരു രോഗിക്ക് പൂർണ്ണമായും അവരുടെ ആ ഒരു അനാരോഗ്യസ്ഥിതി തിരിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ പരിപൂർണമായി ഈ ഒരു സിസ്റ്റത്തെ ഒരു കംപ്ലൈൻറ്റ് വിമുക്തമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആരോഗ്യ മേഖലയെ വിശേഷിപ്പിക്കേണ്ടത്. അല്ലാതെ ഈ എത്രയേറെ ആശുപത്രികളൊക്കെ മൂടി പിടിപ്പിച്ചു അല്ലെങ്കിൽ ഇത്ര പദ്ധതികൾ കൊണ്ടുവന്നു എന്നതിലല്ല. കേരള സമൂഹത്തെ ഏറ്റവും കൂടുതൽ രോഗവിമുക്തമാക്കാൻ സാധിക്കുന്നതിലൂടെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഈ ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ ഒരു വികസനം ഉണ്ടാവുക.